നമ്മൾ ഇന്ത്യക്കാർക്ക് ഭാരതരത്നം പോലെയാണ് പാകിസ്ഥാൻകാർക്ക് നിഷാൻ എ പാകിസ്ഥാൻ. നിഷാൻ എ പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ ഏകദേശാർത്ഥം പാകിസ്ഥാൻ്റെ പ്രതീകം എന്നാണ്. ഇപ്പോൾ ഈ ബഹുമതിക്ക് യോഗ്യന ഒരാൾ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഈ പുൽവാമയിലെ ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായ ചില പരാമർശങ്ങൾ നടത്തിയ ആളാണ്. ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫെയിലിയർ കൊണ്ടാണ് പാകിസ്ഥാൻകാർ അവിടെ ആക്രമണം നടത്തിയത്. പിന്നെ ഇന്ത്യ ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ തെളിവ് ചോദിച്ചു. എവിടെ തെളിവ്? ഞങ്ങൾ കണ്ട് വിശ്വസിക്കൂ. തെളിവ് ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യാക്രമണം നടത്തിയില്ല എന്ന് ഞാൻ വിചാരിക്കും, എൻ്റെ പാർട്ടിയും വിചാരിക്കും. എന്നെ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാവരും ആ രീതിയിൽ വിശ്വസിക്കാൻ താല്പര്യപ്പെടും എന്ന് പുള്ളി പറഞ്ഞു. അന്ന് ഇന്ത്യ ഗവൺമെൻറ് തെളിവൊന്നും കൊടുത്തില്ല. തെളിവൊക്കെ ഉണ്ട്, അത് പിന്നെ തരാമെന്ന്. ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചു. പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇത് ഭയങ്കര സെക്യൂരിറ്റി ലാപ്സാണ്, ഇന്ത്യ ഗവൺമെൻറ് ഉത്തരം പറയണം, പ്രത്യേകിച്ച് അമിത്ഷാ രാജിവെക്കണം എന്ന രീതിയിലാണ് ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ പ്രതികരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്, ഓപ്പറേഷൻ സിന്ദൂർ. ഈ സിന്ദൂർ ഓപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണോ അവിടെ ആക്രമണം നടത്തിയത് എന്ന് സംശയം ചോദിക്കുക. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ഒരു ചോദ്യം വളരെ ബോൾഡായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മഹത്വം. സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻകാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ചോദിക്കണമെന്ന് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റു വിധ്വംസക ശക്തികളും ചോദിക്കാൻ താല്പര്യപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വിദ്വാൻ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലൊരു ചോദ്യം ഒരു സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഒന്നും ബാധകമല്ല, പുള്ളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഈ ചോദ്യങ്ങൾ കേട്ട് കോൺഗ്രസ്സുകാർക്ക് തന്നെ തലക്കാത്ത് ഇവിടെയുള്ള കാലതാമസമുള്ള ഓരോ കോൺഗ്രസ്സുകാരും അപമാന ഭാരം കൊണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. പക്ഷേ ഇത് ആവേശം കൊള്ളിച്ചിട്ടുള്ളൊരു വിഭാഗം നമ്മുടെ മൗദൂദി ചാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാകിസ്ഥാനോട് അനുഭവം പഠിപ്പിക്കുന്ന ഈ ചാനൽ അവർ അടുപ്പൂട്ടി ചർച്ചയിൽ ഈ വിഷയം തന്നെ പറഞ്ഞു. രാഹുൽ നിർഭയമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവും പറയാനില്ല, അതാണ് രാഹുലിൻ്റെ വിജയം എന്നിവർ കൊണ്ടാടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യോഗ്യൻ അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതി കൊടുത്തില്ലെങ്കിൽ അത്ഭുതം. ഞാൻ വിചാരിക്കുന്നത് ഇക്കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം പുള്ളിക്ക് ഈ നിഷാൻ എ പാകിസ്ഥാൻ എന്ന ബഹുമതി കിട്ടും എന്ന് തന്നെയാണ്.